പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് ഹർജി നൽകാമെന്ന് ഹൈക്കോടതി. നിലവിൽ കുറച്ച് വ്യക്തിഗത അപേക്ഷ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21,156 പേർക്ക് ബാലറ്റ് ലഭിച്ചിട്ടില്ല എന്ന് ഹർജിക്കാർ അറിയിച്ചു. 6 മണിവരെ പോസ്റ്റൽ ബാലറ്റിന് സമയം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കിട്ടുന്നില്ല പോസ്റ്റൽ ബാലറ്റ് എന്നുള്ള പരാതിയാണ്. കോടതി ഇപ്പോൾ അത് വളരെ പോസിറ്റീവായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. വിവരങ്ങൾ എങ്ങനെയാണ്? രാവിലെ മുതൽ തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി എല്ലാവർക്കും ഈ വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാവർക്കും 2 മണിക്ക് മുൻപാകെ തന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എത്തിച്ച് നൽകണം എന്ന നിർദ്ദേശമാണ് നൽകിയത്. അതിനിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയിരുന്നു. കുറച്ചു പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ ബാലറ്റ് ലഭിക്കാത്തത്. അത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കും എന്ന മറുപടി നൽകിയിരുന്നു. പക്ഷേ ഇതിന്റെ ഹർജിക്കാർ വ്യക്തമാക്കിയത് ഏകദേശം 21,156 പേർക്ക് ഇതുവരെ പോസ്റ്റൽ ബാലറ്റ് ലഭ്യമായിട്ടില്ലെന്നും 6 മണിക്ക് ശേഷം അവരുടെ വോട്ട് ചെയ്യാനുള്ള സാധ്യത നഷ്ടപ്പെടുമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് ആർക്കെങ്കിലും ഈ ബാലറ്റ് പേപ്പർ ലഭ്യമാകാത്തതിന്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിന്റെയോ പേരിൽ വോട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് ഹർജി നൽകാം. അത് വെക്കേഷന് ശേഷം ഹർജി പരിഗണിക്കും എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയത്. അനുജ, ശരി, പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട ഹർജി, അതിനാണിപ്പോൾ കോടതിയുടെ തീർപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.